ഹായ് ഹലോ നമസ്കാരം. ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണേ. ചക്കക്കാലമല്ലേ, പഴുത്ത ചക്ക കിട്ടിയപ്പോൾ ചക്ക കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി. അരിപ്പുട്ടുമുണ്ട്, ഗോതമ്പ് പുട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളി ഗോതമ്പിൻ്റെയും അരിപ്പുട്ടിൻ്റെയും കൂടെ ചക്കയും കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, അരിപ്പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഇതിൽ ഞാൻ ചേർക്കുന്നത് ചക്കയോടൊപ്പം ശർക്കരയും കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ശർക്കര ചേർക്കാം, മധുരം വേണ്ടാന്നുള്ളവരാണെങ്കിൽ ശർക്കര മാറ്റി വെച്ചിട്ട് തേങ്ങയും ചക്കയും കൂടി മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരു അടിപൊളി വ്യത്യസ്തമായ രുചിയുള്ള ഒരു പുട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ചക്കപ്പുട്ടിനോടൊപ്പം ചെറുപയറും കൂടി ചേർത്ത് കഴിക്കാൻ കേട്ടോ. അതില്ലാതെ തന്നെ ചക്കപ്പുട്ട് സ്വാദിഷ്ടമായി കഴിക്കാം. നമുക്കതൊരു കറിയുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ. നല്ല സ്വാദാണ്. കാരണം പുട്ട് ആ മധുരവും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ വല്ലാത്തൊരു സ്വാദാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ചക്ക ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചക്കപ്പുട്ട് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രുചിയുള്ള നല്ല തേനൊലിക്കുന്ന ചക്കയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം അടിപൊളിയാണ്. ഗോതമ്പ് പുട്ടും ചക്കയും കൂടി ചേർന്നിട്ടുള്ളതാണോ സ്വാദ്, അതോ അരിപ്പുട്ടിനോടാണ് ചേർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ടിൻ്റേതായ രീതിയിൽ ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണെന്ന് പറയും കേട്ടോ. അത്ര നല്ല സ്വാദാണ്. എന്തായാലും ഞാൻ നല്ല ഗംഭീരമായിട്ട് ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്, മതിയാകുമല്ലോ ഈ ഒരു ചിരട്ടപ്പുട്ടിൽ ഉണ്ടാക്കുമ്പോൾ. നല്ല രുചിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ഇപ്പോൾ എന്തായാലും ചക്കയുടെ ഒരു സീസൺ ആയതുകൊണ്ട് ചക്ക കിട്ടാൻ അത്ര പാടൊന്നുമില്ല. അങ്ങനെ ഗോതമ്പ് പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമുണ്ട്. ഒന്ന് ഗോതമ്പിൻ്റെ മണവും ഗോതമ്പും ചക്കയും കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്നൊരു മണമാണ് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ കരിപ്പട്ടി കാപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല സ്വാദാണ്. ഇതൊക്കെ ചേർത്തൊന്ന് കഴിക്കുമുണ്ടല്ലോ, ഒരു രക്ഷയുമില്ലാത്ത ഒരു അടിപൊളി സ്വാദാണ്. നല്ല സൂപ്പർ കോംബോയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പുട്ട് റെഡിയായി കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ അരിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളെന്ന് പറഞ്ഞു. കരിപ്പട്ടിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. നല്ലവണ്ണം വെട്ടിത്തിളയ്ക്കുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഗോതമ്പും ചക്കയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ മണം രക്ഷയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മണവും കഴിക്കാനാണെങ്കിൽ എന്ത് നല്ല സ്വാദുമാണെന്നറിയാമോ. അങ്ങനെ അരിപ്പുട്ടും ചക്കയും ചേർന്നുള്ള ആ ഒരു മണവും രക്ഷയില്ല. ഇവിടെ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ചക്ക നിറച്ച പുട്ടും റെഡിയായിരിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അതിൻ്റെ ഒരു ഭംഗി. കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതിൻ്റെ എത്രത്തോളം സ്വാദാണെന്ന്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഉണ്ടാക്കി തന്നെ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞത് നല്ലവണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റില്ല. നാവില്ല ആ സ്വാദ് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം സ്വാദുള്ള ഒരു പുട്ടാണെന്ന്. നമ്മളൊക്കെ ഒരേ ടൈപ്പായിട്ടുള്ള പുട്ടുകളാണ് കഴിച്ചിട്ടുള്ളത്. പുട്ടും കടലക്കറിയും, പുട്ടും പഴവും, പുട്ടും പപ്പടവും, പുട്ടും കടലക്കറിയും, പുട്ടും ചിക്കനും, പുട്ടും അങ്ങനെ എല്ലാം ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു ചക്കയുടെ സീസൺ ആകുമ്പോൾ ഈ ഒരു പരീക്ഷണം ഒന്നും ചെയ്തു നോക്കൂ. എന്തൊരു സ്വാദാണെന്നറിയാമോ. ഈ മനോഹരമായ ഒരു വ്യത്യസ്തമായ ചക്കപ്പുട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബബീസ് ഓർബിറ്റ് പുതിയ നല്ല വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ബബീസ് ഓർബിറ്റ് പുതിയ നല്ല വീഡിയോമായി വരാമേ. ബൈ.